ഇനി എന്തെന്നുള്ളതാണ് അറിയേണ്ടത്. പി ദിവ്യക്കെതിരെ ഇനി എന്തായിരിക്കും? ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ ഇനി അടുത്ത ഒരു നടപടി എങ്ങനെയാകും? പക്ഷേ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ ഈ കണ്ടെത്തലുകളിൽ പി ദിവ്യയുടെ ഒരു ആസൂത്രിതം ആയുള്ള നീക്കങ്ങൾ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഈ നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ പോലീസ് അന്വേഷണം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പി ദിവ്യയ്ക്ക് അന്ന് ആ ചടങ്ങിലേക്ക് വരേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവർ അതിന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത് ഇതിന് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. അതായത് വളരെ ആകസ്മികമായി താൻ അവിടെ വന്നു എന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല, അതിന് വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു. ഒന്നിലധികം തവണ 4 തവണ കളക്ടറുടെ സ്റ്റാഫിനെ ബന്ധപ്പെട്ട് ഈ ചടങ്ങിലേക്ക് എത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ അവർ നടത്തി. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനം കണ്ണൂർ വിഷൻ ചാനലിന്റെ പ്രതിനിധികൾക്ക് ആ യാത്രയപ്പ് ചടങ്ങ് കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയതും, ആ നിർദ്ദേശം നൽകിയ ശേഷം അവിടെ എത്തി ആ ചടങ്ങ് കവർ ചെയ്ത ശേഷം അതിന്റെ വീഡിയോ ഫൂട്ടേജുകളെല്ലാം കൈപ്പറ്റിയതും പി ദിവ്യയാണ്. അപ്പോൾ കൃത്യമായി തന്നെ നവീൻ ബാബു എന്ന ഒരു ഉദ്യോഗസ്ഥനെ മോശക്കാരനാക്കി കാണിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ആസൂത്രണം പി ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നത് തന്നെയാണ്. അതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പക്ഷേ ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മുൻപാകെ നൽകിയ മൊഴിയിൽ പറഞ്ഞത് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും ഇതിൽ ഈ പെട്രോൾ പമ്പ് അനുമതിയുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങി ബോധപൂർവം കാലതാമസം വരുത്തി എന്ന വാദങ്ങളെല്ലാം തന്നെ തെറ്റാണ്. അത്തരത്തിൽ ഒരു തെളിവുമില്ല എന്നതാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതികൾ വിജിലൻസിന് മുൻപാകെ പരാതികൾ എത്തിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് മുൻപാകെ പരാതികൾ എത്തിയിട്ടുണ്ട് എന്ന നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അത്തരം വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന് കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ വിവരാവകാശം വഴി തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ നവീൻ ബാബുവിനെ മോശക്കാരനാക്കി കാണിക്കാൻ, അല്ലെങ്കിൽ ഒരു അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ പി ദിവ്യയുടെ ഭാഗത്തു നിന്നൊരു വ്യഗ്രത ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ വിശദമായ ഒരു പോലീസ് അന്വേഷണം അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും വിശദമായിട്ടുള്ള പോലീസ് അന്വേഷണം ആവശ്യമാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു ജനപ്രതിനിധി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഈ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത്? ഈ തരത്തിൽ അദ്ദേഹത്തെ അപമാനിക്കാൻ, അദ്ദേഹത്തെ പൊതുസമൂഹത്തിന് മുൻപിൽ ഒരു മോശം പേര് അദ്ദേഹത്തിന് മേൽ ചാർത്തി കൊടുക്കാനായിട്ടുള്ള ഈ ഒരു വ്യഗ്രത ഈ കാണിച്ചത് എന്തിനാണ്? ഈ ആസൂത്രിത ശ്രമങ്ങളൊക്കെ എന്തിനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കും. എന്തായാലും പി ദിവ്യ തീർത്തും പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.